എന്തുമ്മാ ട്രെയിൻ ലേറ്റാ, അരമണിക്കൂർ കഴിഞ്ഞേ ട്രെയിൻ എത്തുള്ളൂ. ആ ശരി, ഞാൻ വിളിക്കാം. മഴയും വേനലും വസന്തവും ശിശിരവും ശരത്കാലവും കടന്നുപോയി. ഇന്ന് ഡിസംബർ 29. മഞ്ഞുകാലം കഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഞാൻ ഹരി. എല്ലാവർക്കും എന്ന പോലെ ഞങ്ങൾക്കുമുണ്ടായിരുന്ന ഒരു വസന്തകാലം. ചിരിച്ചും ചിരിപ്പിച്ചും ഭാവിയെപ്പറ്റി യാതൊരു ചിന്തകളുമില്ലാതെ കളിച്ചു നടന്ന ഞങ്ങളുടെ SN കലാലയ ജീവിതം. ഞങ്ങൾ 5 പേർ എപ്പോഴും ഒരുമിച്ചായിരുന്നു. ഇത് ഓമനക്കുട്ടൻ. വാറുണ്ണി എന്ന് പറഞ്ഞാലേ കോളേജിൽ അറിയൂ. ആ മുന്നിലിരിക്കുന്നതാണ് അവന്റെ ഒരേ ഒരു ആരാധകൻ, പേര് ശംഭു. ഇത് ഞങ്ങളുടെ ഡേവിഡ്. ഇതായിരുന്നു ഞങ്ങളുടെ ലോകം. ആ ചുവന്ന ടീഷർട്ട് ഇട്ടിരിക്കുന്നതാണ് ഞങ്ങളുടെ സുധി. കുട്ടു എന്നാണ് ഞങ്ങൾ വിളിക്കാറ്. പക്ഷേ പെൺകുട്ടികൾ പല പേരും ഇട്ട് വിളിക്കും. വായനോട്ടമാണ് ആശാന്റെ പ്രധാന ഹോബി. ആ തൊട്ടുമുന്നിലിരിക്കുന്ന കുട്ടിയെ കുറച്ചു കാലമായി ആശാൻ വലവീശി പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രത്യേകിച്ച് ഫലമൊന്നും കണ്ടില്ല. എങ്കിലും അവൻ പിന്മാറിയില്ല. ചേച്ചിയാ പൈസ നടത്തട്ടാ. അല്ല വാറിന് എത്ര കയറ്റി? കുഴപ്പമില്ല, കൊടുക്ക. കോളേജിൽ ലഹരിക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നു. ഡേവിഡായിരുന്നു മുഖ്യപ്രവർത്തകൻ. അങ്ങനെ ഇരിക്കെ അന്ന് കടിക്കണ ഞണ്ട് പിടിക്കണ ഞണ്ട് പിടിക്കണ ഞണ്ട്. പ്രിയപ്പെട്ട സുനിതകി, നിന്നെ ആദ്യമായി ഇത് കൊടുക്ക്, കൊടുക്ക്, കൊടുക്കാല്ലേ? വാ, അവള് സെറ്റാവും. നമുക്ക് പോവാം. ഞാൻ പോവാ. പറഞ്ഞ പോലെ നിന്നെപ്പോലെ ഒരു ചരക്കിനെ ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ചുംബിക്കുന്ന സ്വപ്നം കണ്ട് ഞാൻ ഉറങ്ങാറില്ല എന്ന് സ്വന്തം സുധി.
സാർ ഫൈനൽ ഇയർ ബികോം ക്ലാസ്, ഞങ്ങളുടെ ക്ലാസ്. ഇതാണ് അജി സാർ. ഡേവിഡ് ഒഴിച്ച് ഞങ്ങളങ്ങനെ ക്ലാസ്സിലൊന്നും കയറാറില്ല. ഇനി കയറിയാലും സാറ് ക്ലാസ്സിലിരുത്താറില്ല. സംഭവം സാറൊരൽപ്പം ചൂടനാണെങ്കിലും അദ്ദേഹത്തിന് ഞങ്ങളുടെ വലിയ കാര്യമായിരുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെയും. ആ ഗിറ്റാർ വായിക്കുന്നതാണ് ഞങ്ങളുടെ നിതിൻ. പുള്ളി ഒരല്പം സീരിയസാ. പിന്നെ പറയാൻ വിട്ടുപോയി, ഞാനൊരല്പം പാടും. അങ്ങനെ ഒരു ദിവസം കോളേജ് ആനുവൽ ഡേക്ക് ഡാൻസ് പ്രാക്ടീസ് നടക്കുന്ന ദിവസം ഞാൻ കാണിച്ചു നോക്കട്ടാ. ഫസ്റ്റ് ഇങ്ങനെ പിന്നെ റൈറ്റ് മറ്റേ കളിച്ചോട്ടാ. ഇത് നിന്നെ പേടി പറയാലോ ഇതേപോലെ കേട്ടാ. ഒന്ന് തീക്കടാ. Ready, 3, 4. തിരി അതന്നെ. നിർത്തി ശരിയാവില്ലേ? ഈ മരം കളിച്ച് പുറത്താക്കൂട്ടാ. അല്ല എന്തുട്ട് സംഭവം? റെഡി, 3, 4. ഡാൻസ് പഠിക്കാൻ ഞങ്ങളെല്ലാവരും പെടാപ്പാട് പെടുകയായിരുന്ന സമയം. പണ്ടാരോ പറഞ്ഞ പോലെ കുറുക്കന്റെ കണ്ണെപ്പോഴും കോഴിക്കോട്ടിൽ തന്നെയായിരുന്നു. അധികം പറയേണ്ടതില്ലല്ലോ. എന്ത് കാണിക്കുന്നേ? ഇത് വേടാ ചേട്ടൻ പഠിപ്പിച്ചരാ. ഇത്രേ ഉള്ളൂ. ഇതിനിടയ്ക്ക് സുധിക്കൊരു കോൾ വന്നു. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് ഞങ്ങളത് ശ്രദ്ധിച്ചില്ല. എങ്ങനെയുണ്ട്? കൊലയാണ്. അതെ, ഈ രാമാണ് കറ്റി മാറ്റി നോക്ക് കടിക്കല ഞാൻ പിടിക്കലുണ്ട് കേട്ടോ. അല്ലേ അല്ല നല്ലത്. പിന്നെ കടിക്കലും പിടിക്കലൊക്കെ നമുക്ക് പിന്നെ ലാലനോട്ടൊരു കളിയില്ലേ. ഓ ബാത്റൂമിക്ക് ആരാണോ വിളിച്ചേ? ആരണോ നോക്കിട്ട്. അയ്യോ അമ്മേ, ഞാൻ സുതി വിട്ടോളാ. എന്നെ തല്ലണു. നമ്മുടെ സുദിനെ അവിടെ തല്ലണ്. വേഗം വാ. നിങ്ങളൊക്കെ ആരാ? എന്തിനാ അന്നാണ്? നിനക്ക് പ്രേമിക്കാനായിട്ട് പെങ്ങളുള്ള ചവിട്ടി കൊള്ള അതിന്റെ മോനെ. പാട്ടി മോനെ.
ഇനി എങ്ങാനും അവളുടെ പിന്നാലെ നടന്ന സുധി അടിക്കടാ ഇടിക്കുമ്പോ ചിരിക്കുന്നടാ ഊള കോളേജ് ആകുമ്പോ തോട്ടിയും കീട്ടിയൊക്കെ ഉണ്ടായിരിക്കും എന്ന് കരുതി കോളേജിൽ കയറി പിള്ളേരെ മെക്കട്ട് കയറാൻ തന്നെയുള്ളോ ഇവരറിയും കേട്ടോ വാടാ ആരെ കൊല്ലും ആ സംഭവത്തിന് ശേഷം അവന് ഞങ്ങളോട് പകയായിരുന്നു. പക്ഷേ പ്രശ്നങ്ങളൊന്നും അതോടെ തീർന്നില്ല. വിധി കരുതി വെച്ചത് മറ്റൊന്നായിരുന്നു. നിനക്ക് സ്റ്റഫ് ചോദിച്ചാൽ തരാൻ പറ്റില്ലല്ലേ? മക്കൾ പഠിക്കാന്നല്ല പറഞ്ഞേ, പഠിപ്പ് കഴിഞ്ഞിട്ട് വാ, അപ്പം ആലോചിക്കാം. ഇപ്പം നിന്നോടൊന്നും പറയണ്ടാ, ഒന്ന് കൊടുക്കുന്നേ. അപ്പം മക്കൾ സ്റ്റഫും കൊണ്ടേ പോവൂ. അപ്പൊ നിനക്ക് കിട്ടിയൊന്നും പോരല്ലടാ. ഞാൻ ഇതുകൂടി കാണാനേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നീ റോട്ടി കിടന്ന് തല്ലുണ്ടാക്കുന്നത് കാണേണ്ടി വന്നു. വെറുതെ മനുഷ്യൻ മെനക്കെടുത്താനായിട്ട്. ആർക്കു വേണ്ടിയാ? ആരെ കാണിക്കാനാ? എന്തിനാടാ നീ ഇങ്ങനെ സ്വയം നശിക്കണേ? മറക്കാൻ കാലങ്ങൾ കടന്നുപോയതോടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ ഡേവിഡിനെ നഷ്ടമായി. അവനെ പഴിക്കണോ അതോ വിധിയെ പഴിക്കണോ എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ. അവനിറങ്ങി. നീ എന്തീ കാണിക്കണ? പി പി തോന്നാ ഇതാടാ. ഇത് ഇങ്ങനല്ല വലിക്കുക. ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ വെച്ച് ഇങ്ങനെ. ഇത്രയുള്ളോ? എനിക്കറിയാം. ഡാളിയ സ്റ്റെഫ് ഉണ്ടോ? ബ്യൂട്ടിഫുൾ പീപ്പിൾ. അമ്മേ എന്താ പറ്റി? നീ അവന് സ്റ്റഫ് കൊടുത്തോ? കാജ വീഡിയോ കൊടുത്തേ, എന്താ പറ്റിയെന്നറിയില്ല. ഇതാ ഞാൻ പറഞ്ഞ ആള്, പ്രവീൺ.
എൻ്റെ ബാക്ക് കുറച്ച് സ്റ്റഫ് വേണം, കിട്ടുമോ? അതിനെന്താ? എൻ്റെ കൂടെ ഒന്ന് വരാമോ? എത്ര പ്രാവശ്യം എവിടെ പോയി കിടക്കണവൻ? ബായ്. വാടാ. ബായ്, ഇതാ ഞാൻ പറഞ്ഞ ആള്. പേരെന്താ? ഡേവിഡ്. ബായ് ബായുടെ പാർട്ടിക്ക് ബായ് അവിടെ എന്തെടുക്ക? ഇങ്ങോട്ട് വാ. കൂടുന്നോ? ഓ, എത്ര നേരെയാണ് നിന്നെ ഫോൺ വിളിക്കണം? നിനക്ക് ആ ഫോണൊന്നും എടുത്തൂടെ? കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഡേവിഡൊക്കെ എന്ത് ചെയ്യും? ആ ഒരാളെ കാണാൻ പോയി കടാ. എന്നാലും എൻ്റെ ബായിനെ സമ്മതിക്കണം. ഇത്രയും വലിയ കേസിൽ നിന്ന് ഇത്ര പെട്ടെന്ന് സിമ്പിളായിട്ട് ഊരിപ്പോന്നല്ലേ. കുട്ട, ഈ നാട്ടിൽ കാശും അധികാരം ഉണ്ടെങ്കിൽ ആർക്കും എന്തും ചെയ്യാം. എന്നാലും ബായ്, ആ പെൺകുട്ടിയെ കൊല്ലണ്ടായിരുന്നില്ല. ആ മോളോട് ആ നേരത്ത് പുറത്തിറങ്ങി നടക്കാൻ പറഞ്ഞ് ഞാനാണെങ്കിൽ ഒടുക്കത്തെ മൂഡിലും. അവളെ സമ്മതിച്ചു തന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ പണി കഴിഞ്ഞ് പോയേനെ. ഞാൻ അവളെ കൊല്ലില്ലായിരുന്നു. എന്നാലും എൻ്റെ ഇത്രയും വേഗം ഇറങ്ങി പോകുന്നല്ലേ. പിന്നെ രാഷ്ട്രീയക്കാർ, പോലീസ്, മീഡിയ, ജഡ്ജ്, എത്ര ആൾക്കാർ അണ്ണാക്കിൽ കോടിക്കണക്കിന് രൂപ തള്ളി കയറ്റി കൊടുത്തിട്ടാണെന്നറിയോ ഞാൻ ഇറങ്ങിയത്. അപ്പനിപ്പം എന്നെ വീട്ടിൽ കയറ്റുന്നില്ലേ. കുഴപ്പമില്ല. ഇത്രയും സിമ്പിളായിട്ട് ഇറങ്ങിപ്പോരാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മുടക്കിയ മുതലും കൂട്ടി 2 തവണ ഞാൻ അവളെ തൊടുന്നോടാ. നിനക്ക് ഞാനാണെന്ന് മനസ്സിലായോ? നീ ഇപ്പൊ പറഞ്ഞില്ലേ ലിയ അവളുടെ ചേട്ടനാണോ? ഹലോ, ആ പറയടാ പ്രവീനെ. എന്ത്? എല്ലാം നശിപ്പിച്ചല്ലേ ദേവി? എനിക്ക് വാ, പോലീസ് വരും. വാ, എനിക്ക് വാ വാ. പോവാം. ദേവി
അവരെ ആരെയെങ്കിലും നിനക്ക് പരിചയമുണ്ടോ? ആ, ഒരുത്തനറിയാം, പ്രവീൺ. പ്രവീൺ പെയ്തൊഴിഞ്ഞു പോകും വെൺമേഘമേ, ദൂരെ മാഞ്ഞു പോകും പൊൻതാരമേ, യാത്രയായി പോകുന്നു ഏട്ടൻ്റെ പൊൻകുടം, കനല് പോലെരിയുന്നു ഇന്നെൻ്റെ നെഞ്ചകം, നീയില്ല ഭൂമി പെയ്തൊഴിഞ്ഞു പോകും വെൺമേഘമേ, ദൂരെ മാഞ്ഞു പോകും പൊൻതാരമേ. കളികളിൽ ചിരികളിൽ ഏട്ടൻ്റെ ശ്രുതികളിൽ കൂട്ടുചേർന്നിരുന്നു നീ മന്ദാരമേ, ഒരു നിഴൽ തണല് പോ എന്നും എന്നോർമ്മകളിൽ മായാതെ നിൽപ്പു നീ വെണ്ണിലാവേ, ഇനിയില്ല പുഞ്ചിരികൾ, ഇനിയില്ല നിൻമൊഴികൾ, പ്രാണന്റെ പാതി നീ അരങ്ങൊഴിഞ്ഞു, പെയ്തൊഴിഞ്ഞു പോകും വെൺമേഘമേ, ദൂരെ മാഞ്ഞു പോകും പൊൻതാരമേ, യാത്രയായി പോകും ഏട്ടൻ്റെ പൊൻകുടം, കനല് പോലെരിയുന്നു ഇന്നെൻ്റെ നെഞ്ചകം, നീല ഭൂമി മൺകൂനയാ, പെയ്തൊഴിഞ്ഞു പോകും വെൺമേഘമേ, ദൂരെ മാഞ്ഞു പോകും പൊൻതാരമേ. ഡേവിഡ്, വാ വാ, എഴുന്നേൽക്ക്. വാ.
എന്റെ ദേവി അളിയ നീ എപ്പോഴാണ് പുറത്താക്കി ശിക്ഷ കഴിഞ്ഞാ സുഖമാണ് നിനക്ക് എവിടെ അവനെന്താ പറ്റിയ അവനെന്താ വേണ്ടാതെ പോയ ശിക്ഷ കഴിഞ്ഞോ ശിക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നാളായി. അവനിപ്പോ എന്നെ എന്നല്ല ആരെയും മനസ്സിലാവില്ല. നീ എന്തൊക്കെയാ പറയണേ? എടാ അവനെല്ലാം മറന്നു. നിനക്കറിയില്ലേ, കഞ്ചാവിനടിമപ്പെട്ടൊരു ജീവിതമായിരുന്നു അവൻ്റെ. ഡയമെൻഷ്യയുടെ സിംറ്റംസ് ആണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞത്. ഡയമെൻഷ്യോ? സത്യമാണ് നീ പറയുന്നത്? അതെ. അവനൊന്നും ഓർമ്മയില്ല, എല്ലാം മറന്നു. നിന്നെന്നല്ല, അവനവൻ്റെ പേര് പോലും ഓർമ്മയില്ല. ഒരു തരത്തിൽ പറഞ്ഞ അവൻ ഭാഗ്യവാനാ. ഓർമ്മകളിൽ നിന്നൊരു രക്ഷപ്പെടൽ. അവൻ്റെ സ്ഥാനത്ത് നീയോ ഞാനോ ആരായിരുന്നാലും ചെയ്തു പോകുന്നതേ അവനും ചെയ്തുള്ളൂ. നിൻ്റെയോ എൻ്റെ പെങ്ങൾക്ക് ഇതുപോലൊരു സ്ഥിതി വന്നാൽ അത് ചെയ്തവനെ നീ വെറുതെ വിടുമോ? ഇന്ത്യക്കാരെല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ്. നമ്മുടെ ഒരു സഹോദരി ബസ്സിനുള്ളിൽ വെച്ച് മൃഗീയമായി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 3 വർഷം തികയുന്നു. പ്രാചീന കാലം മുതൽക്കേ സംസ്കാരത്തിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന നമ്മുടെ രാജ്യത്ത് ഓരോ മണിക്കൂറിലും നിരവധി പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ നിയമങ്ങളും ശിക്ഷകളും ഉണ്ടായിട്ട് പോലും ഈ പറഞ്ഞ കണക്കുകൾക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ സഹോദരിമാർക്ക് ഏതു പാതിരാത്രിയിലും ഭയമില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നൊരു നാടാക്കാൻ നമുക്കെപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്നെങ്കിലും അതെല്ലാം കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പെങ്ങൾ പൊക്കോ.